കടലുണ്ടിയെ കുറിച്ച് അങ്ങയുടെ ഓർമ്മകൾ എന്താ? കടലുണ്ടി എന്ന് പറഞ്ഞാൽ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം. ഇഷ്ടപ്പെട്ടു? ഗോഡ്സ് ഓൺ ഐലൻഡ്. ഗോഡ്സ് ഓൺ ഐലൻഡ്. ഓക്കെ. മെമ്പറാണോ? മെമ്പറിന്റെ പേരെന്താ? ചേച്ചി. ഓ, മെമ്പറിന്റെ ചേച്ചിയോ? ചേച്ചിയുടെ അനിയത്തി മെമ്പർ അല്ല. ഓക്കെ, മനസ്സിലായി. എന്താ പേര്? സതീദേവി. അപ്പൊ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ, മെമ്പർ ഹാപ്പി ആണല്ലോ? ഹാപ്പിയാണ്, പക്ഷെ വെള്ളം കിട്ടാത്തൊരു പ്രയാസം മാത്രമേ. ശുദ്ധജലം കിട്ടുന്നില്ല, കൃത്യമായിട്ട് വരാറില്ല. അതെന്താ അങ്ങനെ പ്രശ്നമുണ്ടോ ഇവിടെ? ടൂറിസ്റ്റ് ഒക്കെ ബാധിക്കില്ലേ? പക്ഷെ അത് അധികാരികളൊക്കെ കേൾക്കുന്നുണ്ടോ മെമ്പർ പറയുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്. എന്റെ മെമ്പറെ അതൊന്ന് അവതരിപ്പിക്കണം. ഓക്കെ. അതുപോലെ സാർ, ഈ റെയിൽവേ റോഡ്, ടൂറിസ്റ്റുകൾക്ക് വരുന്ന റോഡ് റെയിൽവേയുടെ അധീനതയുള്ളതാണ്, പക്ഷെ അത് വല്ലാതെ മോശമായിട്ടുള്ളത് പ്രശ്നമുണ്ടല്ലേ? അപ്പൊ ആ റോഡ് കണ്ടോ? ഈ റോഡെ കുറിച്ച് സർക്കസ് കാണിച്ചാ ഞങ്ങൾ വന്നത്. ഓക്കെ, സുഖാണല്ലോ? സുഖം തന്നെ. എന്താ പേര്? നൗഷാദ്. ഓക്കെ ഓക്കെ, നന്നായിരിക്കട്ടെ നൗഷാദ്. ആള് സിനിമയിലല്ലോ അഭിനയിച്ചോ? ആള് ചുള്ളനാണല്ലോ. ഹലോ മക്കളെ, എടാ മക്കളെ, സുഖമായിരിക്കുന്നോ? എന്താടാ പേര്? എന്റെയോ? ആ, എല്ലാവരുടെയും പേര് കൊള്ളാലോ മക്കളെ. പേര് 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 മോളുടെ പേര്? അമ്മച്ചി, സുഖമായിരിക്കുന്നോ? അപ്പൊ നിങ്ങളൊക്കെ എങ്ങോട്ട് പോവാ? അത് ഇങ്ങോട്ട് വന്നാണോ? ഓ, അപ്പൊ നമ്മള് വരുന്നതൊക്കെ അറിഞ്ഞായിരുന്നോ? ഓക്കെ. അപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് അന്വേഷിച്ചു, കുറെ സൗകര്യമാരുണ്ടല്ലോ. നിങ്ങൾ എല്ലാരും ഇവിടെ നിൽക്കായിരുന്നു, അത് നന്നായി. എന്താ വിശേഷം? നല്ലത്. കടലുണ്ടി കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ആ, പുഴയിലൊക്കെ ഇറങ്ങാറുണ്ടോ നിങ്ങള്? നീന്തലൊക്കെ പഠിച്ചോ? എല്ലാവർക്കും നീന്തൽ അറിയാം? യാത്ര സൂപ്പറായിരുന്നു. അയ്യോ, കടലും ഒക്കെ കണ്ട് നമ്മള്. ഓക്കെ, നിങ്ങളൊക്കെ എങ്ങനെ? ഓക്കെ, ജീവിതമൊക്കെ കുഴപ്പമില്ലല്ലോ? 24 കാണുന്നുണ്ടോ? അതെന്തോന്നൊന്ന് ചോദിച്ചോളേ, ഒരു ചാനലാണേ. ഓക്കെ. അപ്പൊ ചേട്ടാ, ചേട്ടന്റെ കാര്യം. ചേട്ടാ പേരെന്താ? സുഖമായിരിക്കുന്നല്ലോ? ഓക്കെ. ചേട്ടാ എന്താ പറയാൻ വന്നാണോ എന്നോട്? ഞാൻ വിചാരിച്ചു എന്നെ എന്തോ രണ്ട് പള്ളി വിളിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ചേട്ടൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് വളരെ സന്തോഷം. അപ്പൊ ഇത് ടീച്ചേഴ്സ് ആരോ ഉണ്ടല്ലോ? ടീച്ചറാണോ? ഓക്കെ ഓക്കെ. വാർഡ് മെമ്പർ സംസാരിച്ചു. വാർഡ് മെമ്പർ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞു അല്ലേ? മെമ്പറാണോ? ടീച്ചറാ? ഏത് സ്കൂളിലാ? കൃഷ്ണ UP സ്കൂളിൽ. ടീച്ചറെ, ഈ കുട്ടികളൊക്കെ ഈ മയക്കുമരുന്നൊക്കെ അടിമയായി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്താ പറയേണ്ടത്, ടീച്ചേഴ്സിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. ആണല്ലോ, എന്താ ചെയ്യാൻ പറ്റാത്തത്? ടീച്ചേഴ്സ് ചെയ്യണ്ടേ? അല്ല, കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് രക്ഷിതാക്കളെടുത്തെത്തി അത് അവര് പ്രതികരിക്കുക. ടീച്ചേഴ്സിനൊന്നും എന്താ പറയാ. കടലുണ്ടിയെ കുറിച്ച് കവിത എഴുതിയോ? ഒരു രണ്ടുപേരും എഴുതി പറഞ്ഞേ. മറ്റേ റോഡ് സൈഡിൽ കൃഷി ഉണ്ടാക്കിയിട്ട് മന്ത്രി റിയാസ് സാർ വന്ന് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞല്ലോ. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൃഷി ഉണ്ടാക്കുക, അത് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാ പാവപ്പെട്ട ആൾക്ക് കൊടുക്കുക. അങ്ങനെ കവിതയുടെ കൃഷിയില്ലേ? അരിയുണ്ടാകും മരം ഏതാണെന്നോടൊത്തിരി കുട്ടികൾ ചോദിച്ചിരുന്നവർക്കറിയുവാനായി. അരിയുണ്ടാകും മരം ഏതാണെന്നോടൊത്തിരി കുട്ടികൾ ചോദിച്ചിരുന്നവർക്കറിയുവാനായി. നല്ല മ്യൂസിക്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ചേട്ടാ സന്തോഷം, താങ്ക് യു. അപ്പൊ നമ്മള് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങോട്ട് പോരെ. നമുക്ക് രണ്ട് കാക്കിക്കാരുടെ മുന്നിൽ വെച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കണം. അപ്പുറം ഇപ്പുറം രണ്ട് സെക്യൂരിറ്റി അല്ലേ? ഇങ്ങോട്ട് നിന്നുള്ളൂ. അപ്പോൾ സെക്യൂരിറ്റി എല്ലാവരും നിന്നുള്ളൂ. അപ്പോൾ എൻ്റെ സുരക്ഷയൊക്കെ ഓക്കെ ആണല്ലോ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നാളെ രാവിലെ 7 മണിക്ക് തൃശ്ശൂർ തേക്കങ്കാട് മൈതാനിൽ നിന്ന് നമ്മുടെ മയക്കുമരുന്നിനും അക്രമത്തിനുമെതിരായുള്ള നമ്മുടെ യാത്രയുടെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. രാവിലെ 7 മണിക്ക് തൃശ്ശൂർ തേക്കങ്കാട് മൈതാനി. അവിടെയുള്ള ആളുകളെ മുഴുവൻ നമ്മൾ ക്ഷണിക്കുന്നു. അതുപോലെ കേരളർമ്മ കോളേജിൽ ഞാൻ കുറച്ച് കാലം മാഷായിരുന്നു, നിങ്ങൾക്കറിയാം. അവിടെ രാവിലെ 9 മണിക്ക് നമ്മൾ എത്തും. കേരളർമ്മയിലെ പഴയ വിദ്യാർത്ഥികളൊക്കെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. നമുക്ക് അവിടെ വെച്ചൊന്ന് സംഗമിക്കാം. മാത്രമല്ല, നമുക്ക് ഒരു അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കാനുണ്ട്. അത് കേരളർമ്മയിൽ വെച്ച് തന്നെ നമുക്ക് ആരംഭിക്കണം. ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങളെല്ലാവരുമായിട്ട് ഒരു ക്ഷണമുണ്ട്. ഏപ്രിൽ 20-ാം തീയതി, ഈ മാസം 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് 1,00,000 ആളുകൾ ഒരേ ശബ്ദത്തിൽ പറയും, ഒരു MDMA-കാരനും ഒരു ലാസരേഖലിക്കാരനും കേരളത്തിൽ വേണ്ടേ വേണ്ട. അമ്മമാർ ചൂലെടുക്കും, അച്ഛന്മാർ ചൂറിലെടുക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരെയും നമ്മൾ ആട്ടി വായിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അവിടെ എത്തണം. എല്ലാവരും എത്തോ?